അപ്പം നമ്മുടെ സെക്കൻഡ് ഡേ ഇന്നിവിടെ സ്റ്റാർട്ടാവാൻ പോവാണ്. ആക്ച്വലി ഇതെല്ലാം റെഡി ആയതിനു ശേഷമാണ് ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. ഇതിന് മുമ്പ് ബിന്നിയുടെ വ്ളോഗിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് വീഡിയോസ് അവളുടെ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് അവളുടെ വ്ളോഗിലുണ്ടാവും. സോ അത് കഴിഞ്ഞ് നമ്മളിതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി താഴെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം ഒരു ജ്യൂസിൽ നിന്നങ്ങ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഓക്കെ, ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ കുറേ റീൽസ് എടുക്കുക. കുറേ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വേഗം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഓടി വന്ന് റീൽസിനുള്ള സ്റ്റാർട്ട് ചെയ്തു. 1 2 3 1 2 3 4 1 2 3 4 ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് അവിടെ കുറേ മീൻ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി നമ്മൾ ഈ അവിടുന്ന് പിടിക്കുന്ന മീൻ അത് തന്നെയാണ് അവർ ഈവനിങ്ങിൽ നമുക്ക് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി തരുന്നത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഗ്രില്ല് ചെയ്ത സാധനമല്ല, നമ്മൾ ഇവിടുന്ന് പിടിക്കുന്ന സാധനം തന്നെയാണ് അപ്പം തന്നെ അവർ ഗ്രില്ല് ചെയ്ത് തരുന്നത്. ഫ്രഷേ കഴിക്കരുത് രാത്രി. പാവം വിഷമമുള്ളവർ പ്ലീസ് ഗ്രില്ല് ചെയ്യുന്നവരൊന്നും അതിനകത്ത് കൈയിടാൻ വരരുത്. എന്റെ വിഷമം പെട്ടെന്ന് മാറും. നമ്മുടെ ഈ ലേക്ക് ആൻഡ് റിവർ റിസോർട്ടിൽ നമ്മുടെ ഫാമിലി ഫങ്ഷൻസായ ബർത്ത്ഡേ പാർട്ടീസ്, മെഹന്തി, ഹൽദി, റിസപ്ഷൻ, അതുപോലെ തന്നെ ഓണം പ്രോഗ്രാംസ്, പിന്നെ നമ്മുടെ ഫാമിലി ഫങ്ഷൻസൊക്കെ ഓരോന്നും നടത്താൻ വേണ്ടി അടിപൊളി ഒരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ഇത് ആക്ച്വലി കറക്റ്റ് വരുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഷ്ടമുടിക്കായലും കല്ലടയാറും കൂടെ സംഗമിക്കുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു റിസോർട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയാണ്. ചുറ്റിനും നല്ല കാറ്റൊക്കെ, നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത്. നിങ്ങൾ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണെന്നേ ഞാൻ പറയുള്ളൂ. അങ്ങനെ നമ്മൾ അവിടുത്തെ ഭംഗിയെല്ലാം കണ്ട് കാറ്റൊക്കെ ആസ്വദിച്ച് നിന്നപ്പോൾ അവിടുത്തെ ചേട്ടൻ പറഞ്ഞു, ദേ വലയിടാൻ പോവാണ്, കാണേണ്ടവർ വന്നോന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാം വേഗം അവിടേക്ക് ചെന്നപ്പോഴത്തേന് ഇങ്ങനെ അവരിതിൽ നിന്ന് വലയിട്ടാണ് മീനെ നമുക്ക് എടുത്തു തരുന്നത്. അപ്പോൾ ആദ്യം ആ വല കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആക്ച്വലി അതിനകത്ത് മീനൊന്നും ഉണ്ടാവില്ല എന്നിങ്ങനെ വിചാരിച്ചു. പക്ഷേ അത് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കിന് അതിനുള്ളിൽ നിന്ന് മീൻ കുറേ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ വലയിൽ നിന്ന് എടുത്തപ്പോഴത്തേക്കിന് കുറേ മീൻ കിട്ടിയായിരുന്നു കേട്ടോ. അവർ അതെല്ലാം 2 ബക്കറ്റിലായിട്ടിങ്ങനെ ഒരെണ്ണത്തിൽ ആക്ച്വലി അതിങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടും പിടയ്ക്കുന്നുണ്ടായിരുന്നു. ഫ്രഷ് മീനായിരുന്നു. അപ്പം ക്ലീൻ ചെയ്ത് അടുത്ത ബക്കറ്റിലിട്ട് അത് തന്നെയാണ് നമുക്ക് ഈ ഉച്ചയ്ക്ക് ഉള്ള ലഞ്ചിന് അവർ റെഡിയാക്കി തരുന്നത്. കൊള്ളാം കേട്ടോ. നിന്നെ പോലെ ഇരിക്കുന്നു. ജീവശ്വാസം വലിക്കാം.
നമ്മളവിടെ ചെന്നപ്പോൾ ഒരു സ്പെഷ്യൽ പാക്കേജിനെ കുറിച്ച് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 30 പേര് അടങ്ങുന്നൊരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് മൊത്തം നമുക്ക് പ്രൈവറ്റായിട്ട് ഈ ഒരു റിസോർട്ട് 1 നൈറ്റിലേക്ക് നമുക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റും. അതിനകത്ത് ആക്ച്വലി മറ്റേ കയാക്കിംഗ്, കനോയിങ്, പിന്നെ ഷിക്കാര ബോട്ടിങ് നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ അവർ അതും നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അതുപോലെ തന്നെ സീ ഫുഡ് അടങ്ങുന്ന മീൽസ്, പിന്നെ ലേക്ക് വ്യൂ, ബാർബിക്യൂ, ഇതൊക്കെ നമുക്ക് അവർ അറേഞ്ച് ചെയ്ത് തരും. കേട്ടപ്പം അടിപൊളി ഒരു പാക്കേജായിട്ടൊക്കെ എനിക്ക് തോന്നി. വളരെ പ്രൈവറ്റായിട്ട് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി പാക്കേജാണത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത ചടങ്ങാണ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത. അതായത് ഞങ്ങൾക്ക് സീ ഫുഡ് മീലായിരുന്നു അവർ തന്നിട്ടുണ്ടായിരുന്നത്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ കിടിലൻ ടേസ്റ്റ് ആയിട്ടുള്ളൊരു മീലായിരുന്നു ഞങ്ങൾക്ക് അന്ന് ഉച്ചയ്ക്ക് കിട്ടിയിരുന്നത്. ചോറ്, സാമ്പാർ, മോരുകറി, അവിയൽ, തോരൻ, അച്ചാർ, പിന്നെ കക്കത്തോരന്, പ്രോൺസ് റോസ്റ്റ്, പ്രോൺസ് മസാല, കണവ റോസ്റ്റ്, ക്രാബ്, ഇതൊക്കെ കൂടാഞ്ഞ് ഞങ്ങൾ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് കരിമീൻ പൊള്ളിച്ചത് വന്നു. നമ്മൾ അവിടെ നിന്ന് ഫിഷിങ് ചെയ്തപ്പോൾ കിട്ടിയ കരിമീൻ പൊള്ളിച്ചത് ഇവർ കൊണ്ടു തന്നു. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം കരിമീൻ വീഡിയോ എടുക്കാനുള്ള ക്ഷമ ഞങ്ങൾക്ക് ആർക്കും ഇല്ലായിരുന്നു. അതുപോലെ ഞങ്ങൾ ഭയങ്കര ടേസ്റ്റ് ആസ്വദിച്ച് കഴിച്ചതിനിടയ്ക്ക് അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ വിട്ടുപോയി. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അറ്റ് ലാസ്റ്റ് ഞങ്ങൾക്ക് ഐസ്ക്രീം തന്നിട്ടുണ്ടായിരുന്നു. അതും കൂടെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങളെല്ലാം ഒരു വഴിക്കായി. അത്രയും ടേസ്റ്റി ഫുഡ്. അതൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ടൊന്ന് ഉറങ്ങി എണീറ്റ് വീണ്ടും ഞങ്ങൾ അടുത്ത നെക്സ്റ്റ് ട്രിപ്പിന് വേണ്ടിയിട്ട് വന്ന് നിൽക്കുകയാണ്. എല്ലാവരും വന്ന്, അതായത് ഉറങ്ങിയിട്ട് ആർക്കും എണീക്കാൻ വയ്യായിരുന്നു. എന്നാലും എണീറ്റല്ലേ പറ്റുമോ എന്ന് പറഞ്ഞ് എല്ലാവരും എണീറ്റ് വേഗം റെഡിയായിട്ട് താഴെ നമ്മളിതാ ചായ കുടിക്കാനൊക്കെ വന്നിരിക്കുകയാണ്. ആ ഫുഡ് കഴിച്ചതിൻ്റെ എഫക്റ്റാണ് എല്ലാവരുടെയും മുഖത്ത് ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചായ കുടിക്കാനായിട്ട് വന്നു. അപ്പം നമുക്ക് കൂടെ മോമോസായിരുന്നു, അവർ വെജ് മോമോസായിരുന്നു അവർ തന്നിട്ടുണ്ടായിരുന്നു. ആ ഉറങ്ങി എണീറ്റ് വന്ന് ചായയൊക്കെ കുടിച്ച് കൂടെ മോമോസൊക്കെ കഴിക്കുമ്പോഴത്തേക്കിന് ഒരു അടിപൊളി ഫീലായിരുന്നു. സോ ഗൂഗിളിലൊന്ന് അടിച്ചു നോക്കാം. അവിടുന്ന് പിന്നെ തട്ടത്തില്ലടി, എനിക്ക് തട്ടില്ല, എനിക്ക് എനിക്ക് കറക്റ്റ് ആയിരുന്നു. സൺ കിസ് ചെയ്ത് അപ്പൊ തിരിച്ച് നമ്മളൊരു കിസ് കൊടുക്കും. ഇനി വീഡിയോ എടുത്തോളാം. ഇന്നലെ വരട്ടെ ഇല്ലല്ലോ. തൂങ്ങിപ്പോവാടി നിനക്ക്. സൺകിസ്ഡ്. നീ എടുത്തതിനകത്ത് മൊത്തം നിന്റെ ഫേസ് തന്നെയായിരുന്നു. ഇങ്ങനെയല്ല എല്ലാം എടുത്തത് അല്ലേ? ഒന്നും ഇല്ലാവല്ലോ. പിന്നെ എന്റെ വ്ളോഗിൽ നിറഞ്ഞു നിൽക്കുക. എന്റെ വ്ളോഗിൽ നിങ്ങൾ അല്ലിയാമ്പൽ കടവിലാ വെള്ളം അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പോ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. ധോണി ആക്ഷൻ എന്തായാലും പ്രശ്നമൊന്നുമില്ലല്ലേ? ധോണിക്കാരൻ അടിയൊന്നും ഉണ്ടാവില്ലല്ലേ? അങ്ങനെ തന്നെ ഇരുന്നോ? പിന്നെ നിന്നെ കൊണ്ടുപോകത്തില്ല. അടുത്ത വണ്ടി പോകാനാണ്.
അല്ലെ മറ്റൊരു വണ്ടി കൂട്ടി തട്ടി കഴിഞ്ഞാൽ എന്തൊക്കെ കച്ചറുണ്ടാവും. അവരെവിടെ ഒതുക്കുക ഒതുക്കി തരും. ഇത് നമ്പർ പ്ലേറ്റ് ഇതിരിച്ചാൽ കുഴപ്പമില്ല. ഇല്ല നമ്പർ പ്ലേറ്റ് വേണ്ട. എന്റെ കൈ എന്റെ പെട്ടി കുഴപ്പമുണ്ട്. ചാടി അപ്പുറത്ത് കേറല്ലേ നമ്മൾ ഇവിടുത്തെ ഓറഞ്ച്. അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ മറയ്ക്കും മാനല മഷിക്കറുപ്പാൽ മിഴി എഴുതും മീനല്ല. സന്തോഷം. താങ്ക് യു. ഞങ്ങളുടെ ഗീതാവന്തത്തിൽ ടൈമിംഗ് ഇല്ലാത്ത 2 ആർട്ടിസ്റ്റുകളെ ഞങ്ങൾ ഒഴിവാക്കിയിരിക്കുകയാണ്. ഞങ്ങൾ തിരിച്ചു പോകുന്നു. നേരുന്നോ? ഇപ്പൊ 2 മുതല ചാടി വന്ന് 2നെ ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി. അങ്ങനെ നമ്മൾ കുറേ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇവിടെ ഒരു അടിപൊളി പ്ലേസ് ആയിരുന്നു ഇത് കേട്ടോ. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ സൂപ്പർ സ്ഥലമായിരുന്നു. അതായത് വെള്ളത്തിൽ തന്നെ നമ്മൾ നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ 2 എന്താ പറയണേ 2 പാലം ഈ നിൽക്കാൻ പറ്റുന്ന ആ ഒരു സ്പേസേ ഉള്ളൂ. പക്ഷേ നിൽക്കുമ്പം കുറച്ച് നമ്മൾ സൂക്ഷിച്ച് നിൽക്കണം, അത്രയേ ഉള്ളൂ. ആ ഫോട്ടോസ് ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയോ, ഓരോരുത്തരുടെയും ഫോട്ടോസ് ഭയങ്കര ഭംഗിയായിട്ടുള്ള ഫോട്ടോസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു ദൂരെ നിന്ന് നോക്കുമ്പോഴത്തേക്ക്. ഞങ്ങൾ അവരെ 2 പേരെ അവിടെ നിർത്തിയിട്ട് കുറച്ച് ബാക്കിലേക്ക് ഞങ്ങളുടെ ബോട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് ആ ഒരു വ്യൂ ഭയങ്കര രസമായിരുന്നു. ആൻഡ് ടോട്ടലി അവിടുത്തെ ഒരു വ്യൂ ഇതായിരുന്നു, ഒന്നും പറയണ്ട, ഭയങ്കര അടിപൊളിയാണ്. അടിപൊളി ഒരു ലൊക്കേഷനായിരുന്നു ഇത്. അങ്ങനെ നമ്മൾ കുറേ മുന്നേ വന്നപ്പോഴത്തേന് എല്ലാവർക്കും അത്യാവശ്യം ഒരു വെള്ളം കിട്ടിയാൽ കൊള്ളായിരുന്നു എന്നൊരു ഫീല് വന്നപ്പോഴത്തേന് കറക്റ്റ് നമ്മൾ ഈ ചേട്ടൻ്റെ സൂപ്പർ നാരങ്ങ വെള്ളം കിട്ടുന്ന ഒരു ഷോപ്പിൽ കണ്ടു. നേരെ നമ്മൾ അവിടെ ചെന്നിട്ട് എല്ലാവരും ഈ നാരങ്ങ വെള്ളം വാങ്ങിക്കുടിച്ചു. എന്തോ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ നാരങ്ങ വെള്ളത്തിന്. എന്തൊക്കെയോ എക്സ്ട്രാ ആഡ് ചെയ്ത് അടിപൊളി നാരങ്ങ വെള്ളമായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് ഞങ്ങളിതേ തിരിച്ച് റിട്ടേൺ നമ്മുടെ ലേക്ക് ആൻഡ് റിവർ റിസോർട്ടിലേക്ക് പോവുമായിരുന്നു. അപ്പോൾ ഈ ഒരു ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. ആ ഒരു സ്പീഡിലാക്കിയപ്പോഴത്തേനും ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി ഈ ഒരു വ്യൂ. പെട്ടെന്ന് അത് അങ്ങ് എടുത്ത് അങ്ങനെ നമ്മൾ ലേക്ക് ആൻഡ് റിവർ റിസോർട്ടിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. നീ ഉണ്ടാക്കിയതോ? പക്ഷെ ഇന്ന് വിശക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ലാസ്റ്റ് നമ്മൾ അവിടുന്ന് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയമായിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ആർക്കും അവിടുന്ന് പോകാൻ യാതൊരു താല്പര്യവും ഇല്ലാതാണ്, ആരുടെയും ഫേസിൽ ഒരു സന്തോഷവും ഇല്ലാതാണ് നമ്മൾ അവിടുന്ന് ഇറങ്ങിയത്. പക്ഷേ പോയല്ലേ പറ്റൂ, 2 ദിവസം ട്രിപ്പിന് വന്നതല്ലേ. കുറേ അടിപൊളി മെമ്മറീസ് ഞങ്ങൾക്ക് തന്നൊരു റിസോർട്ടാണിത്, ലേക്ക് ആൻഡ് റിവർ റിസോർട്ട്. ഒത്തിരി എൻജോയ് ചെയ്ത് ഒത്തിരി മെമ്മറീസ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്നുള്ള രീതിയിലാണ് എല്ലാവരും പ്ലാൻ ചെയ്തത്. അങ്ങനെ നമ്മളിതേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. ജ്യൂസിൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. ആരുടെയും ഫേസിൽ നോക്കി ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാനില്ല. ലൈക്ക് എല്ലാവരും ഭയങ്കര വിഷമത്തിലാണ്. ഇതാ ബിന്നിയുടെയൊക്കെ ഫേസ് ഇരിക്കുന്നത് കണ്ട. ആർക്കും ഇവിടുന്ന് പോവുകയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ വീണ്ടും എന്തായാലും ഇനി ഞങ്ങൾക്കൊരു അവസരം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞങ്ങൾ ചൂസ് ചെയ്യുന്ന വൺ ഓഫ് ദ ഫേവററ്റ് റിസോർട്ടായിരിക്കും ഈ ലേക്ക് ആൻഡ് റിവേഴ്സ് റിസോർട്ട്. കാരണം അവിടുത്തെ ഫുഡാണെങ്കിൽ തന്നെ നമ്മൾ ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ദോശ, ഓംലെറ്റ്, സാമ്പാർ, പുട്ട്, കടല, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഫുഡൊന്നും പറയാനില്ല, എല്ലാം വളരെ സൂപ്പറായിരുന്നു. താങ്ക് യു ലേക്ക് ആൻഡ് റിവർ റിസോർട്ട്. ഇനിയും നമ്മൾ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യുന്ന ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് എന്തായാലും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും ഞങ്ങൾ അത്രത്തോളം എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന്.
സോ എന്തായാലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവാണ്. അതിൻ്റെ വിഷമം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇപ്പോഴും ഉണ്ട് പോയതിൻ്റെ. അപ്പോൾ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞല്ലേ, ഇനി നെക്സ്റ്റ് ട്രിപ്പ്. എല്ലാവരും മുഖത്ത് ഭയങ്കര സങ്കടം. എന്ത് പറ്റി? ആർക്കും ഇല്ല. എന്ത് പറ്റി? ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് പോവാ. അപ്പോൾ ശരി, ബൈ, ടാറ്റാ. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി ഞങ്ങളുടെ റിട്ടേൺ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് മെമ്മറീസ് തന്ന 2 ദിവസങ്ങളായിരുന്നു. 2 ദിവസമായിട്ട് നമ്മൾ ആരും ശരിക്കും ഉറങ്ങിയിട്ടില്ല. ആ ടൈമെല്ലാം നമ്മൾ എൻജോയ് ചെയ്ത് അടിച്ച് പൊളിക്കുന്ന ദിവസങ്ങളായിരുന്നു രണ്ടും. അതിലൊട്ടും എനിക്ക് റിഗ്രറ്റും ഇല്ല. കാരണം കുറച്ച് അടിപൊളി മെമ്മറീസാണ് ഞങ്ങളുടെ ലൈഫിലേക്ക് ഞങ്ങൾ ആഡ് ചെയ്തത്. ഇക്കോട്ടത്തിൽ ഞങ്ങളിവിടെ ജോയിൻ ചെയ്യാൻ പറ്റാത്ത 2-3 ഫ്രണ്ട്സ് നമ്മുടെ ഉണ്ട്. പക്ഷേ അവർക്ക് അവരുടെ ഷെഡ്യൂൾ ഷൂട്ടിൻ്റെ ഡേറ്റ്സ് വെച്ചിട്ടാണ് അവർക്ക് നമ്മളോട് ജോയിൻ ചെയ്യാൻ പറ്റാഞ്ഞത്. എന്തായാലും അവരും കൂടെ ഉണ്ടായിരുന്നേ കുറച്ചുകൂടെ അടിപൊളിയായതിനെ. എന്തായാലും ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. എന്താ പറയുക, ഞങ്ങൾക്കൊരു കുറേ അടിപൊളി മെമ്മറീസ് ഉണ്ടാക്കാൻ സഹായിച്ച ലേക്ക് ആൻഡ് റിവർ റിസോർട്ടിനാണ് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയേണ്ടത്. സോ ഞങ്ങളുടെ നെക്സ്റ്റ് ട്രിപ്പുമായിട്ട് ഞങ്ങൾ വരുന്നതാവും. എല്ലാവർക്കും ടാറ്റാ.